നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി, പോവാം നമുക്ക് നമ്മുടെ മുറിയിലേക്ക്. വാ. നിക്ക്. നീ എവിടേക്കാ? അത് ചോദിക്കാൻ നീ ആരാ? ഇവളെന്റെ ഭാര്യയാണ് മീനാക്ഷി. ഇവൾ അന്തി ഉറങ്ങേണ്ടത് എന്റെ ബെഡ്റൂമിലാ. പിന്നെ ജോത്സ്യം പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് നിങ്ങളുടെ മുത്തശ്ശി എന്നോട് പറഞ്ഞതോ? നിനക്ക് നാണമില്ലേടി? ഇതൊക്കെ എന്ത് ചീപ്പാ? കേരളത്തിലെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? ജോത്സ്യം പറഞ്ഞത്രേ എനിക്ക് കാർത്തിയുടെ ബെഡ്റൂമിൽ കിടക്കണമെന്ന് യാതൊരു നിർബന്ധവും. നിങ്ങളുടെ തറവാടിന്റെയും തറവാട്ടുകാരുടെയും ദോഷം മാറണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യണമെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞു. ഞാനും ഇവിടുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നതല്ലേ. ഒരു ഉപകാരം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അത് ചെയ്യാതിരിക്കുന്നത് മഹാമോശമല്ലേ? അവളുടെ ഒരു ഉപകാരം, വൃത്തികെട്ടവള്. ദേ, എന്നോട് ചൂടായാലേ ഞാൻ ഈ എഗ്രിമെന്റിൽ നിന്ന് പിന്മാറും. പിന്മാറിയ അതിന്റെ ദോഷം നിങ്ങൾക്ക് തന്നെയാ. നിന്റെ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഭീഷണി അല്ല കാർത്തി, ഞാൻ ചോദിക്കുന്നത് ന്യായമല്ലേ? കുഞ്ഞിന്റെ ജാതകത്തില് ദോഷമുള്ളതുകൊണ്ട് അതിന്റെ പേരില് ഈ ചെമ്പകമംഗലത്ത് പല ദുർമരണങ്ങളും സംഭവിക്കാതിരിക്കാൻ ഞാൻ കാർത്തിയോടൊപ്പം പഴയതുപോലെ ഭാര്യയായി ജീവിക്കണമെന്ന് ജോത്സ്യം പറഞ്ഞു. അത് ഞാൻ പാലിക്കണമെന്ന് മുത്തശ്ശി നിർബന്ധിക്കുന്നു. അതല്ലാതെ എനിക്കിതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. എന്താ ഇവിടെ പ്രശ്നം? നോക്ക് മുത്തശ്ശി പറഞ്ഞ അനുസരിച്ച് ഞാൻ കാർത്തിയുടെ ബെഡ്റൂമിലേക്ക് പോവാനായിട്ട് തയ്യാറായി വന്നു. അപ്പതേ മീനാക്ഷി അങ്ങോട്ട് വരുന്നു. മീനാക്ഷി എന്നോടൊപ്പം എന്റെ മുറിയിലുണ്ടാവും. ഇവൾ എന്റെ ഭാര്യയാണ്. മീനാക്ഷി എന്നോടൊപ്പം എന്റെ മുറിയിൽ ഉണ്ടാവരുതെന്ന് ജോത്സ്യം പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇതൊക്കെ അസാധാരണമായ ജോത്സ്യ വിധികളാണ്. അസാധാരണമായ പല കാര്യങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. എങ്കിലും ഈ വീട്ടിലെ ആർക്കും ഒരു ദോഷവും വരണ്ടാന്ന് കരുതി ഞാനിതൊക്കെ അംഗീകരിക്കുക. മൈഥിലി ആ മുറിയിൽ കിടന്നോട്ടെ, അതിന് ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ മീനാക്ഷിയും കുഞ്ഞും അവിടെ ഉണ്ടാവും. ഇതുകൂടി മുത്തശ്ശി സമ്മതിച്ചില്ലെങ്കിൽ ആ മുറിയിലേക്ക് ഞാനില്ല. എന്റെ കുഞ്ഞുമക്കളുടെ ജീവിതം തകർക്കാൻ ഈ മുത്തശ്ശി എടുത്ത തീരുമാനമൊന്നും അല്ല ഇത്. ജോത്സ്യർ പറയുന്നത് ദൈവ തീരുമാനങ്ങളാ. ദൈവ തീരുമാനങ്ങൾ നടപ്പിലാക്കണം, ഇല്ലെങ്കിൽ മനുഷ്യരില്ല. മുത്തശ്ശി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.